Hey guys, this is Sajil and welcome back to another episode of Sajil's Tech Center. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു പുതിയ കാറ്റഗറിയാണ്. ഇത് മറ്റൊന്നുമല്ല റെസ്യൂം ക്രിയേഷൻ അല്ലെങ്കിൽ CV ക്രിയേഷൻ, അതുമല്ലെങ്കിൽ ബയോഡാറ്റ ക്രിയേഷൻ സർവീസ് ആണ്. അപ്പോൾ ഫൈവറിൽ ഈ ഒരു സർവീസ് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി വർക്കുകൾ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഇതിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഈ റെസ്യൂം ടെംപ്ലേറ്റ് എടുക്കാനുള്ള വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോണ്ടന്റുകൾ, ഇപ്പോൾ ഒരു അക്കൗണ്ട് ബേസ് ചെയ്തിട്ടുള്ള റെസ്യൂമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഫഷണലി ക്രിയേറ്റ് ചെയ്ത ഒരു ടെംപ്ലേറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ഏതൊരു കാറ്റഗറിയിലുള്ള ടെംപ്ലേറ്റ് നമുക്ക് ഇതുപോലെ ഓൺലൈൻ വഴി എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ലയൻറ്റ് തരുന്ന ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. ഏകദേശം $55 മുതലാണ് ഫൈവറിൽ ഇതിൽ ചാർജ് ചെയ്യുന്നത് ആളുകൾ. $200-250 ഒരു റെസ്യൂം ക്രിയേഷൻ വരെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങളൊരു $30 ഒക്കെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ഒക്കെ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം. ഇപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ക്രോം ബ്രൗസർ യൂസ് ചെയ്തിട്ടും ഈ ഒരു സർവീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പ്രൊമോട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റവന്യൂ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും ഈ ഒരു സർവീസിൽ നിന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഫൈവറിനെ കുറിച്ചുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഫൈവറിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ, എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സർവീസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോസ് ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഫൈവറിനെ കുറിച്ചുള്ള ബിഗിനിങ് വീഡിയോ മുതൽ അഡ്വാൻസ് വീഡിയോ വരെ നിങ്ങൾക്ക് കാണാം. ആ ലിങ്കിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. സോ ഒരു റെസ്യൂം ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു CV ക്രിയേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ let's go to the video. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഫ്രീലാൻസേഴ്സ്, അതായത് ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിലെല്ലാം ഏറ്റവും കൂടുതൽ വർക്ക് ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ ഡിമാൻഡും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കാൻ പറ്റുന്ന ഒരു സർവീസിനെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, റെസ്യൂം ക്രിയേഷനാണത്. അല്ലെങ്കിൽ ബയോഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജോബ് അല്ലെങ്കിൽ സർവീസാണത്. ഇപ്പോൾ ഫൈവറിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഇതിൽ അത്യാവശ്യം ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ആ സർവീസ് ക്രിയേറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ നല്ല രീതിയിലുള്ള വരുമാനം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതും അവർ ചാർജ് ചെയ്യുന്നത് മിനിമം $50 ഒക്കെയാണ്. ഒരു ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ $75 ഒക്കെയാണ്. നല്ല രീതിയിൽ അപ്പോൾ വരുമാനം ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു സർവീസാണ്. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ, യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളുകൾക്ക് വരെ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് കൂടിയാണിത്. അതെങ്ങനെയാണെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഫൈവറിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് ക്രിയേഷൻ, പ്രൊഫൈൽ ക്രിയേഷൻ, സർവീസ് ക്രിയേഷൻ, അതുപോലെ തന്നെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ഫൈവർ ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. ഫൈവറിൽ മാത്രമല്ല, മറ്റുള്ള ഫ്രീലാൻസിങ് വെബ്സൈറ്റ് ലൈക്ക് 5skid, ട്രൂലാൻസർ, ഗുരു, പീപ്പിൾ പെർ ഹവർ മുതലായ എല്ലാ ഫ്രീലാൻസിങ് സൈറ്റുകളിലും ഈ ഒരു സർവീസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഇടാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫൈവറിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു സെല്ലറിൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ $55 ഇദ്ദേഹം ഒരു വർക്കിന് ചാർജ് ചെയ്യുന്നത്. ഏകദേശം 32 ഓർഡേഴ്സ് ക്യൂ ആണ് ഇപ്പോഴും. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇൻറ്റു 32 ഓർഡേഴ്സ് ഏകദേശം $1760. ഇതിൽ ഇപ്പോൾ കമ്മീഷൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടും. ഏകദേശം 1.25 ലക്ഷം രൂപയോളം കമ്മീഷൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് കിട്ടും, ഇപ്പോൾ കറൻ്റ്ലി ഓർഡറുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം. അതുപോലെ തന്നെ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്ക് ഇതിൽ കാണുന്നുണ്ട്. $120 ഒക്കെയാണ് ഇദ്ദേഹം ഇപ്പോൾ ചാർജ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാം ഓർഡേഴ്സ് ക്യൂ, 6 ഓർഡേഴ്സ് ഓൾറെഡി ക്യൂ ഉണ്ട്. ഇപ്പോൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, സർവീസ് ക്രിയേറ്റ് ചെയ്യുക. സർവീസ് ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ക്രിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്യൂട്ടോറിയൽ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ബേസിക്കായിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ചില വെബ്സൈറ്റുകളും നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ക്ലയൻസ് ഈ ഒരു സർവീസ് നിങ്ങൾ ചെയ്യുമ്പോൾ ക്ലയൻറ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തരും. നിങ്ങളാകെ ചെയ്യേണ്ടത് ഒരു കോപ്പി പേസ്റ്റ് ജോബ് പോലെ തന്നെ അവരുടെ ഒരു പ്രൊഫഷണൽ ലുക്കുള്ള ഒരു CV ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 2 വെബ്സൈറ്റാണ്
city.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവർ തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ക്ലയൻറ്റ് ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ബേസ്ഡ് ജോബാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നു, അതിന് ബേസ് ചെയ്തിട്ടുള്ളൊരു CV ആണ് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു CVയുടെ സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. അത് മുഖേന നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിന് പകരം ക്ലയൻറ്റ് തരുന്ന ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അക്കൗണ്ട് മാനേജ് റെസ്യൂം സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ആയിരിക്കും ഒരു സാമ്പിൾ CV വരുന്നത്. ഈ ഒരു ഓർഡറിലായിരിക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ. വേണമെങ്കിൽ ഈ ഇതുപോലൊരു ടെംപ്ലേറ്റും പേരൊക്കെ മാറ്റിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് പറയാം ഇതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ട് തിരിച്ചു തരും. സ്കിൽസ് എല്ലാം ഓൾറെഡി ഇതിൽ വരുന്നതാണ്, ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. അതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത. ഇപ്പോൾ സ്കിൽസ് എല്ലാം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ടാകും ഓട്ടോമാറ്റിക്കായിട്ട്. ഇനിയിപ്പോൾ ഒരു ഫൈനാൻസ് റെസ്യൂം അല്ലെങ്കിൽ പേറോൾ റെസ്യൂം ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സാമ്പിൾ ഇതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് എടുത്ത് നോക്കുക, സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുക. അതിൻ്റെ സാമ്പിൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു ഓർഡറാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൊഫഷണലി ലുക്കുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ടെംപ്ലേറ്റഡ് CV ആണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വെബ്സൈറ്റ് ഉണ്ട്, നോവോ റെസ്യൂമി എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. ഇതിൽ പ്രീമിയം ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീയും ഉണ്ട്. നമുക്കിപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് പ്രീമിയം ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി നിങ്ങൾ നല്ല സെല്ലേഴ്സ് ആണെങ്കിൽ, അതായത് അത്യാവശ്യം നല്ല ഓർഡേഴ്സൊക്കെ കിട്ടിയ സെല്ലർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പ്രീമിയം ടെംപ്ലേറ്റ്സ് എല്ലാം യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് വീണ്ടും അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു CV എടുക്കുകയാണ്. ഇത് നല്ല ഒരു ടെംപ്ലേറ്റ് ആണ്. ഇതിൽ ക്രിയേറ്റ് മൈ റെസ്യൂമി എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. എനിക്കിപ്പോൾ ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ Gmail അക്കൗണ്ട് വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങളുടെ ക്ലയൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ക്രാഫ്റ്റ് മേള എന്ന എൻ്റെ ഒരു ഡീറ്റെയിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇത്രയുള്ള ഡീറ്റെയിൽസ് വരും. ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക, കൺട്രി ഇവിടെ കൊടുക്കുക, സിറ്റി, അഡ്രസ്സ് എല്ലാം ഇവിടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ദെൻ സേവ് കൊടുക്കുക. സേവ് എടുക്കുമ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ഡേറ്റ് ആയി വന്നിരിക്കുന്നത്. അതെല്ലാം അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ ഏകദേശം CV ഇതുപോലെ ആയിരിക്കും കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ ഇവിടെ നിന്നിട്ട് അപ്ലോഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഫോട്ടോ നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് ക്ലയൻറ്റിൻ്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ പൊസിഷൻസ്, വർക്ക് പൊസിഷൻ, അതായത് ഡേറ്റ്, അദ്ദേഹം ജോലി ചെയ്ത സ്ഥലം, മറ്റു കാര്യങ്ങളും, സ്കിൽസ് ഇവിടെ ആഡ് ചെയ്യാം. പേഴ്സണൽ ഒബ്ജക്ട്സ് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷനൊക്കെ റിമൂവ് ആവും. അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ്സ്, എക്സ്പീരിയൻസ്, മറ്റു കാര്യം, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ഇൻട്രസ്റ്റ് എല്ലാം ഇതിൽ ഇൻസ്റ്റൻ്റായിട്ട് നല്ല രീതിയിലൊരു ടെംപ്ലേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ കവർ പേജ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ മറ്റൊരു ടെംപ്ലേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് ലീവ് ചെയ്യുക. മറ്റൊരു ടെംപ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതുമല്ലെങ്കിൽ പുതിയൊരു നമ്മളുടേതായ രീതിയിലൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ കവർ ലെറ്റേഴ്സ്, ഇപ്പോൾ മിക്ക CVക്കും കവർ ലെറ്റർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കവർ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഗിഗ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. ഐ വിൽ ക്രിയേറ്റ് എ കവർ ലെറ്റർ ഫോർ യുവർ CV എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആ ഒരു കവർ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ കവർ ലെറ്റേഴ്സ് എടുക്കുക. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് കവർ ലെറ്റേഴ്സ്. ഇതിൽ ഏതെങ്കിലും ഒരു കവർ ലെറ്റർ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതെടുക്കാം. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, യാതൊരു പേയ്മെൻറ്റ് ഇത് നമുക്ക് കൊടുക്കേണ്ട കവർ ലെറ്റേഴ്സിന് വേണ്ടിയിട്ട്. ഇവിടെ പ്രൊഫഷണൽ ടൈറ്റിൽ കൊടുക്കുക, കമ്പനി ഡീറ്റെയിൽസ് കൊടുക്കുക, എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ്. ഇപ്പോൾ ക്ലയൻറ്റ് ചിലപ്പോൾ ഒരു കോണ്ടൻറ്റ് തരും എന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കവർ ലെറ്റർ സാമ്പിൾസ് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇമേജിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കവർ ലെറ്റർ സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതുപോലുള്ള സാമ്പിൾസ് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ നമ്മളെടുത്ത നോവോ റെസ്യൂമി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ തന്നെ കവർ ലെറ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ചെറിയ ടെംപ്ലേറ്റ് മറ്റു കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതുപോലെ ആയിരിക്കും ഒരു കവർ ലെറ്റർ ഉണ്ടാവുന്നത്. ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ അവരുടെ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങൾ അനുസരിച്ച് വേണം കവർ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് ഓരോ ടൈപ്പ് കവർ ലെറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സാമ്പിൾസിന് വേണ്ടിയിട്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് അത് മുഖേന ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് കവർ ലെറ്ററും ക്രിയേറ്റ് ചെയ്യാം. അതിനും നല്ല എമൗണ്ട് ഇതിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഏകദേശം $50 അല്ലെങ്കിൽ $35 ഒക്കെ ഓരോ കവർ ലെറ്ററിനും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഇതിൽ ഇപ്പോൾ 1 by 1 ആയിട്ട് കാണിക്കണമെന്നില്ല, കാരണം ഒരുപാട് സർവീസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഫൈവറിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കാറ്റഗറിയും സബ് കാറ്റഗറിയാണ്. എപ്പോഴും ഇതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഏകദേശം ഇതുപോലെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഐ വിൽ പ്രൊവൈഡ് പ്രൊഫഷണൽ റെസ്യൂമി റൈറ്റിംഗ് സർവീസെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക. അതുപോലെ തന്നെ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റിംഗ് ആൻഡ് ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ റെസ്യൂമി റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ സബ് കാറ്റഗറി ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം 3 പാക്കേജായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ബേസിക് പാക്കേജിന് ഇദ്ദേഹം ചാർജ് ചെയ്യുന്നത് $150 ആണ്. അതുപോലെ തന്നെ 21 ഓർഡേഴ്സ് ക്യൂ ഉണ്ട്, സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് എഡിറ്റബിൾ ഫയൽ വേണോ അതിനൊക്കെ എക്സ്ട്രാ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, നല്ല രീതിയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ വീഡിയോസിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഫൈവർ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. പിന്നീടുള്ളത് നിങ്ങളുടെ ടാഗുകളാണ്. ഇത് കൊടുത്തിരിക്കുന്ന ഇതുപോലുള്ള ടാഗുകൾ കൊടുക്കുക. റെസ്യൂമി റൈറ്റർ, കരിക്കുലം വിറ്റ, കരിയർ, ജോബ് ഹണ്ടിങ്, ഇതുപോലുള്ള ടാഗുകൾ കൊടുക്കുക. ഇതൊക്കെയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഇമേജ് ഞാൻ ഇതിനു മുമ്പ് ഉള്ള വീഡിയോയിൽ കാണിച്ചു തന്നു. ക്യാൻവ യൂസ് ചെയ്തിട്ട് ഒരു ഇമേജോ അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, പ്രൈസ് ഫിക്സ് ചെയ്യുക, നിങ്ങളുടേതായ രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൈസും ഫിക്സ് ചെയ്യുക. അപ്പോൾ ഈ വെബ്സൈറ്റ് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകൾ seti.com, അതുപോലെ തന്നെ നോവോറെസ്യൂമി എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ്സ് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ക്ലയൻറ്റ് തരുന്ന ഡീറ്റെയിൽസ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ A to Z വീഡിയോ, എങ്ങനെ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ഇതുപോലുള്ള കവർ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റെസ്യൂമി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ് ഇതിനെക്കുറിച്ച്. അപ്പോൾ നല്ല രീതിയിൽ റവന്യൂ ലഭിക്കാൻ പറ്റുന്ന ഒരു സർവീസ് തന്നെയാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡുള്ള ഒരു സർവീസാണ്. ഒരുപാട് പേര് ഓർഡേഴ്സ് തരാൻ ചാൻസ് ഉള്ള ഒരു സർവീസ് കൂടിയാണ്. കാരണം എല്ലാ ആളുകളും പുതിയ ജോബൊക്കെ തരുന്നുകൊണ്ടിരിക്കുന്ന ടൈമിന് എന്തായാലും അവർക്ക് പ്രൊഫഷണലായിട്ടൊരു റെസ്യൂമി ആവശ്യമാണ്, അതുപോലെ തന്നെ കവർ ലെറ്റർ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഓർഡേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഡിമാൻഡ്, ഏത് കാലത്തും ഡിമാൻഡുള്ള ഒരു സർവീസ് ആയത് കാരണം, എവർഗ്രീൻ ഡിമാൻഡുള്ള ഒരു സർവീസ് ആയത് കാരണം തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾക്ക് ഓർഡേഴ്സ് ലഭിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക, എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിനെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.